ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോഴുള്ള അപ്പസ്തോലിക് നുൻഷ്യൽ, അതിന് മുൻപൊരു നുൻഷ്യ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വെച്ചൊരു മീറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഈ ചോദ്യത്തോട് ചോദിച്ചത്, എന്തെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ സന്ദർശനം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? അപ്പം അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിനും അങ്ങനെ ഡയറക്റ്റായിട്ടൊരു മറുപടി നമ്മളോട് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു രാജ്യത്തുള്ള ഭരണാധികാരികളെ പേടിക്കുന്ന ഒരു മെത്രാനും ഒരു വൈദികനും ഒരു വിശ്വാസിക്കും പറയാനും പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ആലങ്കാരികമായിട്ടൊക്കെ പറയാം, എങ്ങനെ അതിന് പിന്നെ വരാനായിട്ട് ചില തടസ്സങ്ങളുണ്ട്, അതിനുള്ളൊരു കാലാവസ്ഥയായിട്ടില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ പിതാവിന് ബംഗ്ലാദേശ് സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ശ്രീലങ്ക സന്ദർശിച്ച സമയത്തും അദ്ദേഹത്തിന് ഇവിടെ ഒരു അജപാലന യാത്രയ്ക്ക് വേണ്ടിയുള്ള വലിയ തടസ്സങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും അവിടെയുള്ള ഗവൺമെൻറ് അനുമതി കൊടുക്കാതെ പറ്റിക്കാൻ അതിൻ്റെ പ്രോസസ്സ് ചെയ്യത്തില്ല. അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വ്യത്യസ്തമായൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ എത്രത്തോളം തുറവിയോടെ കാണുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ മരണം വരുമ്പോൾ ഞങ്ങൾ വേദനിക്കുന്നു, ഞങ്ങൾ അപലപിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് എളുപ്പമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവിടെ ചെന്ന് പരിശുദ്ധ പിതാവിനെ കാണാനും അല്ലെങ്കിൽ പരിശുദ്ധ പിതാവിൻ്റെ സൗഹൃദം പങ്കിട്ട് എല്ലാം ഓക്കെയാണെന്ന് ആളുകളോട് പറയാനും ഒക്കെ എളുപ്പമാണ്. ഞാൻ പറയുന്നതിനകത്തെല്ലാം ഉണ്ട്.